ഖുർആനിലെ 9:5 സൂറത്തു തൗബ 5-ാമത്തെ ആയത്തിൽ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് ആ ബഹുദൈവ വിശ്വാസികളെ കൊല്ലണമെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഇതെന്തൊരു വയലൻസ് ആണെന്നും നമ്മുടെ നാട്ടിലെ നോൺ മുസ്ലിംസിനെ കുറിച്ചാണ് ഈ പറയുന്നതെന്നും തെറ്റിദ്ധരിച്ചു പോകുന്ന ആൾക്കാരും ആ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്ന കുറച്ച് എത്തിസ്റ്റുകാരുണ്ട് ഇവിടെ. ഈ ആയത്തിന്റെ കോണ്ടെക്സ്റ്റ് നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. ഈ ആയത്തിൽ പറയുന്ന ആ ബഹുദൈവ വിശ്വാസികൾ എന്നത് നമ്മുടെ സഹോദരങ്ങളായ ഹൈന്ദവ സുഹൃത്തുക്കളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നോൺ മുസ്ലിംസിനെ കുറിച്ചോ അല്ല, മറിച്ച് അന്ന് മുസ്ലിങ്ങളെ വേട്ടയാടിയിരുന്ന മക്കയിലെ ഒരു പ്രത്യേക അക്രമ വിഭാഗത്തെക്കുറിച്ചാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നത് എല്ലാ ആയത്തിന്റെയും വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ നോക്കി ഖുർആൻ വായിച്ച് മനസ്സിലാക്കരുത് എന്ന്. ട്രാൻസ്ലേഷൻ നോക്കണ്ടെന്നല്ല കേട്ടോ, പക്ഷേ അതിന്റെ കോണ്ടെക്സ്റ്റ് കൂടി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഈ ആയത്തിന്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ഞാൻ 2 എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഒന്ന്, ഒരു മെഡിക്കൽ സർജറി ടെക്സ്റ്റ് ബുക്കിൽ ശരീരം കീറണം, മുറിക്കണം എന്ന് എഴുതിയത് കണ്ടിട്ട് ഡോക്ടേഴ്സ് വയലൻസ് ആണ് പഠിപ്പിക്കുന്നതെന്ന് ആരും പറയില്ല. ബിക്കോസ് ശരീരം കീറുന്നത് ആ ജീവൻ രക്ഷിക്കാനുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ, നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഒരു കൗണ്ടർ ടെററിസം മാനുവൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ശത്രുവിനെ കണ്ടെടുത്ത് വെച്ച് ഷൂട്ട് ചെയ്യണം എന്ന് കാണാം. അത് രാജ്യത്തെ സംരക്ഷിക്കാനുള്ള, പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മിലിറ്ററി പ്രോട്ടോകോൾ മാത്രമാണ്, വയലൻസ് അല്ല. ഇതുപോലെ തന്നെയുള്ള ഒരു ഡിഫെൻസീവ് സ്ട്രാറ്റജി മാത്രമാണ് ഖുർആനിലെ ഈ ആയത്തിലുള്ളത്. അതായത് സമാധാന കരാറുകൾ ലംഘിച്ച് യുദ്ധം അടിച്ചേൽപ്പിച്ച അക്രമികൾക്കെതിരെ എടുത്ത ഒരു സിറ്റുവേഷണൽ വാർ ടൈം ഇൻസ്ട്രക്ഷൻ ആണിത്. അത്രയേ ഉള്ളൂ. മാത്രമല്ല ഈ ആയത്ത് വളച്ചൊടിക്കുന്ന ഒരു യുക്തിവാദിയും തൊട്ടടുത്ത ആയത്തായ 9:6 സൂറത്തു തൗബയിലെ തന്നെ 6-ാമത്തെ ആയത്തിൽ പറയുന്നത് എവിടെയും പരാമർശിക്കാറില്ല. എന്താണത്? ശത്രു അഭയം ചോദിച്ചു കഴിഞ്ഞാൽ അവന് സംരക്ഷണം നൽകി സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുക. എല്ലാവരെയും കൊല്ലാനാണ് തീരുമാനമെങ്കിൽ എന്തിനാണ് ഖുർആൻ ശത്രുവിനെ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കാൻ ആവശ്യപ്പെടുന്നത്? ഇനി വേറൊരു കാര്യം കൂടി, ഈ യുദ്ധം എന്നൊക്കെ പറയുന്നത് പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മവെക്കാനുള്ള പദ്ധതിയൊന്നുമല്ല. ശത്രുവിനെ കീഴ്പ്പെടുത്താനും പരാജയപ്പെടുത്താനും ഉള്ളതാണ് യുദ്ധം. ലോകമഹായുദ്ധങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോമൺ സെൻസാണിത്. ശത്രുവിനെ കീഴ്പ്പെടുത്തിയോ കൊന്നോ മാത്രമേ ഏതൊരു യുദ്ധവും ജയിക്കാൻ കഴിയൂ. അതൊരു സ്റ്റാൻഡേർഡ് മിലിറ്ററി ഒബ്ജക്റ്റീവാണ്. ഈ ആയത്തിനെ മുസ്ലിംസിന്റെ ഇടയിലും നോൺ മുസ്ലിംസിന്റെ ഇടയിലും വർഗീയതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ അറിവില്ലായ്മയെ ക്യാപിറ്റലൈസ് ചെയ്ത് മുതലെടുത്തിട്ട് വെറുപ്പ് കച്ചവടം ചെയ്യാണ്. സോ ബി സ്മാർട്ട് ഇനഫ് ടു റീഡ് ദ ഫുൾ കോണ്ടെക്സ്റ്റ് ഇൻ ദ ഖുർആൻ.